അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? മമ്മി ഇവിടെ എന്തോ കാര്യമായിട്ട് പണിയിലാണ്. എന്താ അമ്മ ചെയ്യണേ? ചെടികൾ. അങ്ങനെ നമ്മൾ മമ്മീനെ ഹെൽപ്പ് ചെയ്യാണ്. മമ്മിക്ക് കുറേ ചെടികളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇതൊക്കെ ഏട്ടൻ പുതിയതായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ചെടികളാണ്. അപ്പോൾ മമ്മിക്ക് കുറേ ചെടിച്ചട്ടികളുള്ളതുകൊണ്ട് അതിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഈ കുടുംബശ്രീയിൽ നിന്ന് കുറേ മണ്ണും കാര്യങ്ങളും ഇവർക്ക് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ മണ്ണാണിത്. ആ മണ്ണൊക്കെ വെച്ച് ഞങ്ങൾ പൂച്ചെടി അതുപോലെ മമ്മി തുളസി ചെടിയൊക്കെ മാറ്റി കുഴിച്ചിടണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഞാൻ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ കാര്യമായിട്ടുള്ള ഹെൽപ്പൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ചെടി അങ്ങനെയൊക്കെ എടുത്ത് മാറ്റി. അങ്ങനെ 2-3 നാലെണ്ണം ഉണ്ടായിരുന്നു. ഒക്കെ വേറെ ചട്ടിയിലേക്ക്, വലിയ ചട്ടിയിലേക്കൊക്കെ ആക്കി ഒക്കെ നല്ലോണം അടിപൊളിയായിട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് വലിയ വിവരമില്ലാത്തതുകൊണ്ട് മമ്മി എന്താണോ ചെയ്യാൻ പറഞ്ഞത് ഞാൻ അതുപോലെ റിപ്പീറ്റഡ്ലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നൈസ് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പം അതൊരു രസം. അപ്പം ഞാനിങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് ഗാർഡനിങ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് നൈസ്. ലൈക്ക് നമ്മൾ ഈ ചെടികൾ കാണുക മാത്രമല്ല ഇതിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നതും ഒരു വലിയ ബിഗ് ടാസ്ക് ആണ് എന്നുള്ളത് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ പപ്പയ്ക്കും മമ്മിക്കും അങ്ങനത്തെ കുറച്ച് ക്രേസൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം മമ്മി പോയിട്ട് ഒരു തുളസി ചെടി തപ്പുകയാണ് നല്ലോണം എന്താ പറയുക മാറ്റി കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഏട്ടൻ കുറേ ഫിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നെത്തലും മത്തിയുമാണ് കൂടുതലും കൊണ്ടുവന്നിട്ട്. അപ്പം ഞാനത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നു എന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയിൽ എന്നെ എന്തൊക്കെയോ കളിയാക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ നന്നാക്കിയിട്ട് വേണം കറിയൊക്കെ വെച്ച് ഇന്ന് നമുക്ക് ഫുഡ് അടിക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നാക്കിയിട്ട് വേണം ഇനി മത്തി നന്നാക്കാനായിട്ട്. കുറച്ച് പണികളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുറേ കോയമ്പൂസ് ഉണ്ട്. പുതിയ കോഴീനെ കുഞ്ഞിക്കോഴി. കുഞ്ഞിക്കോഴി ഉണ്ട് കേട്ടോ അതിൽ. കുഞ്ഞിക്കോഴി ഉണ്ട്. പുതിയത് കിട്ടിയതാട്ടോ. ഞാൻ അടുത്ത അതിഥി വരുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ സ്മെല്ലടിച്ചാൽ ഓടി വരുന്ന സ്മെല്ല് വേണമെന്നില്ല. അങ്ങനെ ആ മത്തിയൊക്കെ നന്നാക്കി ഞാൻ നന്നാക്കി ഇതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പൊന്നൂസാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഈ മത്തി ഇനി എന്താക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എല്ലാവർക്കും ഒരു പ്ലാൻ വന്നത് നമുക്ക് മത്തീൻ്റെ അച്ചാർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മമ്മി അതിൻ്റെ സൈഡിൽ വെളുത്തുള്ളിയും അതൊക്കെ നന്നാക്കുന്നുണ്ട് മത്തി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേണം ബാക്കി മത്തീൻ്റെ പണിയെടുക്കുക. കാരണം നെത്തോലി കറിയല്ല പീരിയും നെത്തൽ പൊരിക്കുകയും മമ്മി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഇത് ഉണ്ടാക്കുകയുള്ളൂ. ഇതിൻ്റെ വീഡിയോ പൊന്നൂസിൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ പുളിയൊക്കെ പാസ്സാക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ പീരിയും മീൻ പൊരിച്ചതും അതുപോലെ നമ്മൾ ഉപ്പേരിയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. ബാക്കി വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്, ബൈ.